ലഹരിക്കടിമപ്പെട്ട ആ മകനോട് കയറി വരാൻ പറയുമ്പോൾ ആ മകൻ പറയാണ്, തന്തയാണെന്നൊന്നും ഞാൻ കരുതില്ല, കുത്തി ഞാൻ മലത്തും. കൂടെ അവൻ കുറെ ഡയലോഗും പറയുന്നുണ്ട്. എന്നിട്ട് അവനും കൂട്ടുകാരോടും കൂടി ആ അച്ഛനെ ഉപദ്രവിക്കുന്ന ഒരു വീഡിയോ. നമസ്കാരം, അജയരവിന്ദാണ്. ഇന്ന് എന്റെ കൂട്ടുകാരനെ എനിക്കൊരു വീഡിയോ ഇട്ടു തന്നു. ആ വീഡിയോ കണ്ട് ശരിക്കും പറഞ്ഞ സങ്കടമാണോ എന്താ അതിന് എന്റെ മറുപടി എന്നറിയില്ല. ഒരു മകനും തന്റെ കൂട്ടുകാരന്മാരും കൂടി ഒരച്ഛനെ ഉപദ്രവിക്കുന്നതാണ്. എന്നിട്ട് ആ മകൻ പറയുന്നുണ്ട്, ലഹരിക്കടിമപ്പെട്ട ആ മകനോട് കയറി വരാൻ പറയുമ്പോൾ ആ മകൻ പറയാണ്, തന്തയാണെന്നൊന്നും ഞാൻ കരുതില്ല, കുത്തി ഞാൻ മലത്തും. കൂടെ അവൻ കുറെ ഡയലോഗും പറയുന്നുണ്ട്. എന്നിട്ട് അവനും കൂട്ടുകാരോടും കൂടി ആ അച്ഛനെ ഉപദ്രവിക്കുന്ന ഒരു വീഡിയോ. എന്താ നമ്മുടെ കുട്ടികൾക്ക് പറ്റിയെന്ന് എന്റെ കൂട്ടുകാരന്റെ ഒരു ചോദ്യം. എനിക്ക് തോന്നുന്നത് ഇതാണ്, 7 മണി കഴിഞ്ഞാല് അഴിച്ചുവിട്ട പട്ടിയെ കൂട്ടിൽ വിളിച്ചു കയറ്റാൻ നമുക്കറിയാം, അഴിച്ചുവിട്ട കോഴിയെ കൂട്ടിൽ കയറ്റാൻ നമുക്കറിയാം, വളഞ്ഞു വരുന്ന ഒരു കുരുമുളകിന്റെ കൊടി പിടിച്ച് കെട്ടാൻ നമുക്കറിയാം, ഇല്ലെങ്കിൽ തെങ്ങിന് വരുന്ന കൊലകൾക്ക് ഒടിഞ്ഞു പോകാതിരിക്കാൻ ഊന്നുകൊടക്കാൻ നമുക്കറിയാം, വാഴ കാറ്റത്ത് മറിഞ്ഞു പോകാതിരിക്കാൻ അത് വലിച്ച് 4 സൈഡിലേക്ക് വള്ളിയിട്ട് കെട്ടാൻ നമുക്കറിയാം. എന്തിനത്തെ നെല്ലിന്റെയൊക്കെ ചോട്ടിൽ പൊങ്ങി വരുന്ന കളകള് അത് നെല്ലിന് കേടാണെന്ന് അറിഞ്ഞുകൊണ്ട് അത് നമ്മൾ പറിച്ച് കളയാൻ നമുക്കറിയാം. പക്ഷേ 7 മണി കഴിഞ്ഞും വീട്ടിൽ കയറി വരാത്ത മക്കളെന്തേ വീട്ടിൽ കയറി വരാത്തതെന്ന് ചോദിക്കാൻ നമുക്കിന്ന് കഴിയുന്നില്ല. അവിടെ തുടങ്ങി നമ്മുടെ പരാജയം. 7 മണിയായിട്ടും വീട്ടിൽ കയറാത്ത മക്കളെന്തേ വീട്ടിൽ കയറാത്തതെന്ന് ചോദിക്കാൻ ഇന്ന് ഒരച്ഛനമ്മമാർക്കും കഴിയുന്നില്ല. കാരണം നമ്മളുടെ മക്കളുടെ അടുത്ത് ഇത് ചോദിക്കാൻ നമ്മൾക്ക് ഭയമാണ്. അല്ലെങ്കിൽ അവരവരുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് നമ്മളോട് കൂടുതലായിട്ട് സംസാരിക്കും. അല്ലെങ്കിൽ നമ്മളൊക്കെ ഓൾഡാണ്, അല്ലെങ്കിൽ നമ്മളൊക്കെ ന്യൂജനല്ല എന്നുള്ള രീതിയിൽ അവർ സംസാരിക്കും. എന്താണെങ്കിലും നമ്മുടെ കുടുംബങ്ങളിൽ നഷ്ടപ്പെട്ടു പോയ മൂല്യങ്ങൾ തിരികെ നമ്മുടെ കുടുംബങ്ങളിലേക്ക് എത്തിക്കണം, നമ്മുടെ മക്കളിലേക്ക് എത്തിക്കണം. നമ്മൾക്ക് നമ്മുടെ അച്ഛനമ്മമാർ പകർന്നു നൽകിയ ആ മൂല്യങ്ങളുണ്ടല്ലോ, ആ മൂല്യങ്ങൾ ഇന്ന് നമ്മുടെ മക്കളിലേക്ക് എന്തുകൊണ്ട് എത്തുന്നില്ല? അത് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ കടമ.